നമസ്കാരം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനൊന്നും കഴിയുന്നില്ല എങ്കിൽ അവളെയും കൂട്ടി ഒന്ന് പുറത്തു പോകാനോ അല്ലെങ്കിൽ കുറച്ചു നേരം അവളുമായിട്ട് ഒന്ന് സല്ലപിക്കാനോ ഒന്നും സമയം കിട്ടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അവളെ വിവാഹം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിത പങ്കാളിയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എന്തിനാണ് മറ്റൊരാളുടെ മകളുടെ നിങ്ങൾ ഉത്തരവാദിത്തത്തിലാക്കിയത് എന്നുള്ളതാണ്. അവളെ വെറുതെ നിഗ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചോളൂ കേട്ടോ, മറ്റൊരാളുടെ പുന്നാര മകളായിരുന്നു അവൾ. വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും സ്വകാര്യമായ രഹസ്യമായ വിശ്വാസം തന്നെയാണ്. അല്ലെങ്കിൽ അവൾ ജീവിച്ചു പോകുന്ന എല്ലാ ചുറ്റുപാടുകളെയും ഒഴിവാക്കിക്കൊണ്ട് പെട്ടെന്ന് കണ്ട അല്ലെങ്കിൽ മാതാപിതാക്കൾ കണ്ടുപിടിച്ച നിങ്ങളെ വിശ്വസിച്ച് കൂടിയവളാണ് അവൾ. വിവാഹം പവിത്രമായൊരു കർമ്മം ചെയ്തുകൊണ്ടുവന്ന് നമുക്കൊരു റൂംമേറ്റിനെ കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. തികച്ചും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും കടമയുമാണ് രണ്ടുപേരും മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. നിങ്ങൾക്ക് അവരോട് സ്നേഹമൊക്കെ ഉണ്ടാവാം, പക്ഷേ ഭാവനയിലോ ചിന്തയിലോ മാത്രം സ്നേഹം സൂക്ഷിച്ചുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. അതിനെ ഇടയ്ക്കിടെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ വിവാഹം എന്നൊരു കരാറ് മാത്രമല്ല, അതൊരു കുടുംബത്തിൻ്റെ ആരംഭം കൂടിയാണ്. വീട്ടിലെ മുഖ്യസ്തംഭം എന്ന നിലയിൽ ഭർത്താക്കന്മാർക്ക് അതിൽ നിർണായകമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഭാര്യ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കും സ്വപ്നം കാണാനും അത് പൂർത്തിയാക്കാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയാണ് അവൾ. ജീവിതത്തിൽ ഉറപ്പായി തന്നെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നമുക്ക് വരാം. അവയെ പരസ്പരം വിശ്വാസത്തോടെ മറികടക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ പരസ്പരം പങ്കിടുമ്പോഴാണ് ശരിക്കും ഒരു ബന്ധം ശക്തമാകുന്നതെന്ന് പറയാം. കേൾക്കുക നിങ്ങൾ, മനസ്സിലാക്കുക നിങ്ങൾ, പ്രതികരിക്കുക നിങ്ങൾക്ക് വിവാഹത്തിൻ്റെ മൂലസൂത്രം എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. ഭാര്യയുടെ ആകാംക്ഷകളും ആശങ്കകളൊക്കെ മാറ്റിക്കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നുള്ളതാണ്. വിവാഹം എന്ന് പറയുന്ന അടിമത്തത്തിൻ്റെ ആയുധമൊന്നുമല്ല, സ്നേഹത്തിൻ്റെ ഉത്സവമാണ്. ഭാര്യയുടെ അവകാശങ്ങളൊക്കെ മാനിക്കുന്ന സ്നേഹബന്ധം ഉയർത്തുന്ന ഭർത്താവ് എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ആകർഷിക്കുവാൻ സ്നേഹം മാത്രം മതി കേട്ടോ. എന്നാൽ ആ സ്നേഹം തെളിയിക്കാൻ സ്വാതന്ത്ര്യം കൂടെ അവൾക്ക് നിങ്ങൾ നൽകണമെന്നുള്ളതാണ്. ഭാര്യയെ ഒരു ജീവിത പങ്കാളിയാക്കി തന്നെയാണ് കാണേണ്ടത്. ഒരു തടവുകാരായി മാറാതെ അവരുടെ ലോകം നിങ്ങൾ പരിമിതപ്പെടുത്താതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്കുള്ള ചുമരുകളെല്ലാം തന്നെ ഭൗതികമായ ബന്ധങ്ങൾ തന്നെയാണ്. എന്നാൽ ജീവിതം അനുഭവങ്ങളുടെ മധുരത്താൽ മാത്രമാണ് സമ്പുഷ്ടമാക്കാൻ നമുക്ക് സാധിക്കുക എന്നാണ് പറയുക. സ്നേഹം പൂട്ടിയിടുന്ന ബന്ധം മാത്രമല്ല, ബന്ധനവുമാണ്. അതുകൊണ്ട് അടിമത്തത്തിൻ്റെ മറ്റൊരു രൂപമാണ്. ജീവിതത്തിൻ്റെ മുഴുവൻ അർത്ഥവും അനുഭവങ്ങളും നിങ്ങൾക്ക് പങ്കിടാൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ അവളുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സ്നേഹം മാത്രം. താങ്ക് യു. നമസ്കാരം.